ഹലോ, എന്താണ് എല്ലാവരും ടെൻഷനിലാണോ? പേടിയുണ്ടോ? പരീക്ഷയല്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടാവോ? ഉണ്ടോ? ഇല്ല, എൻ്റെ മക്കൾ എല്ലാവരും കൂളാണ് അല്ലേ? നമുക്ക് പരീക്ഷയെ ഉറപ്പായിട്ടും വളരെ 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 ചിരിച്ചുകൊണ്ട് നേരിടണം. പരീക്ഷ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേറെ ഏതോ സംഭവമാണെന്നൊന്നും തോന്നാൻ പാടില്ല. അത് അടിപൊളിയായിട്ട് പഠിച്ചെഴുതണം. ഇപ്പൊ ഗവൺമെന്റ് പത്രത്തില് ഒരു ന്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഗവൺമെന്റ് ഇറക്കിയതാണ്, പത്രത്തിലെ ഒരു ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പരീക്ഷയുടെ രീതി മാറുന്നു, ചോദ്യരീതി മാറുന്നു എന്നൊക്കെ. ചോദ്യരീതി എങ്ങനെ വന്നാലും നമുക്കത് എഴുതാനുള്ള ഒരു ഭാഷ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് എഴുതാൻ പറ്റൂലേ? പക്ഷേ അതിനുവേണ്ടി കുറച്ചൊക്കെ എഫേർട്ട് നമ്മൾ ഇടണം. വേണ്ടേ? അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, പരീക്ഷ പേപ്പർ കാണുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് ഇതാ അയ്യോ ഇതെങ്ങനെ എഴുതും എന്നൊന്നും പറഞ്ഞാൽ ആരും ചടഞ്ഞിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഇനി മലയാളത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ചോദ്യങ്ങൾ കോമൺ ആയിട്ട് വരാറുണ്ട്. താരതമ്യക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ് അല്ലേ? പിന്നെന്താണ്, കത്തെഴുതാം. എത്ര എളുപ്പമുള്ളതാണ് അല്ലേ കത്തെഴുതുന്നതൊക്കെ? കത്തെഴുതാം. പിന്നെന്താണ്, ഉപന്യാസം തയ്യാറാക്കാം, പ്രസംഗം തയ്യാറാക്കാം, വിശകലനം ചെയ്യാം, അങ്ങനെ ഒരുപാട് വർണ്ണന തയ്യാറാക്കാം. ഒരുപാട് ചോദ്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. പക്ഷേ പാഠഭാഗം നമുക്ക് അറിയുകയും വേണം അല്ലേ? ഏതെങ്കിലും ഒരു പാഠഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക. കാരണം എപ്പോഴും ഇതിൽ കോണ്ടന്റ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, ലൈവ് ക്ലാസ്സുകളൊക്കെ ഇടും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ട് അവരെ യൂസ്ഫുൾ ആക്കും അല്ലേ? അവരിത് എന്ത് ചെയ്യും? ഇതിൻ്റെ ബെനിഫിറ്റ്സും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ അതറിയാതെ പോകും. അപ്പോൾ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ ടീച്ചർ പറയുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ വേഗം ഓഫ് ചെയ്ത് പോകാതെ ഒരു ലൈക്കൊക്കെ ചെയ്യുക. കമൻറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സൈലം ആണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈലത്തിലെ ഒരുപാട് ഓൺലൈൻ ട്യൂഷൻ ബാച്ചുകളുണ്ട് എല്ലാ ക്ലാസ്സിനും. ഏതൊക്കെ ക്ലാസ് മുതലാണ്? 4, 5, 6, 7. ഇനിയിപ്പോൾ ഏട്ടന്മാർക്കൊക്കെ വേണ്ടിയിട്ട് 8, 9, 10, +1, +2. ഇനിയിപ്പോൾ അതിലും വലുതായിട്ട് എഞ്ചിനീയറിങ്ങും മെഡിക്കലൊക്കെ പഠിക്കണമെങ്കിൽ നീറ്റ്, JEE എല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9995444800 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനിപ്പോൾ എന്താ പ്രത്യേകത എന്ന്. മക്കളെ, ജോയിൻ ചെയ്തവർക്കറിയാം ഇവിടെ എന്താണ് ക്ലാസ്സിൽ നടക്കുന്നത് എന്നല്ലേ. ഇപ്പം നിങ്ങൾ നോക്കുക, ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും, ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാമുകൾ നടക്കും. ഇതിപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ലൈവിലുള്ള മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിലുള്ള മക്കളെ എന്ത് ചെയ്തിട്ടുണ്ടാവും? 1-2 തവണ യൂണിറ്റ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം ഒരു മോഡൽ എക്സാം വേറെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടായിരിക്കും സ്കൂളിൽ നടത്തുന്ന പരീക്ഷയിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ അവരൊക്കെ അത് വളരെ ഈസി ആയിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിക്കുക. ഇപ്പോൾ ഓരോ ഒക്കേഷൻ അനുസരിച്ച്, ഓരോ ഡേ സ്പെഷ്യാലിറ്റി ഒക്കെ അനുസരിച്ച് ഓഫറുകളൊക്കെ വരാറുണ്ട്. നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അത് ഏതാണ് ഓഫർ, ഞങ്ങൾക്കിപ്പോൾ ഏത് ഓഫറിൽ ജോയിൻ ചെയ്യാമെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഓരോ ബാച്ചിൻ്റെയും, ഇപ്പോൾ 6ാം ക്ലാസ്സിലാണെങ്കിൽ 2750, 2750 7ാം ക്ലാസ്സിൽ, 5ാം ക്ലാസ്സിൽ 2499, 4ാം ക്ലാസ്സിലും 2499. ഇത് ഒരു വർഷത്തേക്കുള്ള ഫീ ആണ്. പക്ഷേ ഇവിടെ 10% ഒക്കെ ഓഫറുകളിലാണ് പലപ്പോഴും നമുക്ക് ക്ലാസ്സുകൾ ലഭ്യമാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് വിളിച്ച് നിങ്ങൾ ഏതിലാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അറിയാം കേട്ടോ. ഇനി ടീച്ചറെ പറയാൻ പോകുന്ന ഒരു ചോദ്യം, എല്ലാവരും ചോദ്യം കണ്ടാൽ അങ്ങ് വിടും. എന്താണ്? താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഒന്നുമില്ല, താരതമ്യം എന്ന് പറയാൻ കമ്പയർ ചെയ്യാണ് കേട്ടോ. കമ്പാരിസൺ ആണ്. അപ്പോൾ ഇതാണോ, ഇതുപോലെയാണോ, അതുപോലെയാണോ എന്നുള്ളത് ഒരുപോലത്തെ കാര്യം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം വായിച്ചിട്ട് അത് താരതമ്യം ചെയ്യാം. നിങ്ങളെ അടുത്ത വീട്ടിലെ കുട്ടിയുടെ മാർക്കും നിങ്ങളുടെ മാർക്കും കൂടെ വീട്ടുകാർ ചിലപ്പോൾ കമ്പയർ ചെയ്യണ്ടാവും. നോക്ക്, ഓൾ ഇന്നെപ്പോലെയല്ലേ, ഓൾ എന്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോഴേക്കും നമുക്ക് ചടച്ച്, തീരെ ഇഷ്ടപ്പെടുന്ന പരിപാടിയല്ല അല്ലേ? ഞാൻ കമ്പയർ ചെയ്യാറില്ല കേട്ടോ. എൻ്റെ മോളെ ഞാൻ കമ്പയർ ചെയ്യാറില്ല. അവൾക്ക് എന്താണോ നേടാൻ പറ്റുന്നത് അത് മതി.
പക്ഷെ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. പഠിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ പഠിക്കാതെ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടോ? പക്ഷേ അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് ക്ലാസ്സിലെ മറ്റു കുട്ടിക്ക് എത്രയാ, എൻ്റെ ക്ലാസ്സിലെ അവൾക്ക് എത്ര കിട്ടി, അവൻ എത്ര കിട്ടി എന്ന് ഞാൻ ചോദിക്കാറില്ല. ചിലര് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമാവൂലേ? അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ടീച്ചർ അങ്ങനെ ചോദിക്കാത്തത്. ഓക്കെ. അപ്പോൾ താരതമ്യക്കുറിപ്പാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ചോദ്യം ഇതാണ്. ഒരു കവിത, 2 കവിതകൾ തരും. അതിൽ രണ്ടും താരതമ്യം ചെയ്യാം. ഏകദേശം ഒരേ ആശയമുള്ള കവിതകളായിരിക്കും, ചില വാക്യങ്ങളായിരിക്കും തരാം. ഇത് നോക്കൂ, ഇത് നല്ല മനോഹരമായ ഒരു കവിതയാണ്. അമ്മയ്ക്കെന്തൊരു ഭംഗി. എന്നും കാലത്തമ്മേ അമ്മയ്ക്കെന്തൊരു മേളം, അച്ഛനു കാപ്പിയൊരുക്കാൻ കൊച്ചനിയെത്തിയെ നോക്കാൻ, ചോറും കറിയും വയ്ക്കാൻ 100 തിരക്കുകൾ തീർക്കാൻ, കുഞ്ഞിനു പാലു കൊടുക്കാൻ എന്നെയൊരുക്കി അയക്കാൻ, എന്തു തിടുക്കം ബഹളം എന്തൊരടുക്കളമേളം, ഒന്നു കളിക്കാൻ പോലും അമ്മയ്ക്കില്ല നേരം. എങ്കിലും അമ്മേ സഞ്ചിയുമായി ഞാൻ പോകെ, എന്നോട് നെറ്റിയിലുമ്മ തരുന്നോരമ്മയ്ക്കെന്തൊരു ഭംഗി. അമ്മയ്ക്ക് എന്തൊരു ഭംഗിയാണ് എന്നാണ് പറയുന്നത്. അമ്മ ചെയ്യുന്ന ജോലികളാ. എന്നും കാലത്ത്, എന്നും രാവിലെ അമ്മയ്ക്ക് നേരമില്ല. എന്തൊരു മേളാണ് അടുക്കളയിൽ. കാപ്പി ഉണ്ടാക്കണം, കൊച്ചനിയത്തിയെ നോക്കണം, അതിൻ്റെ ഇടയിൽ ചോറും കറിയും വെക്കണം അല്ലേ? അച്ഛന് കാപ്പി കൊടുക്കണം, അതിൻ്റെ ഇടയിൽ ചോറും കറിയും വെക്കണം. കുഞ്ഞനിയത്തിയുണ്ട്, കുഞ്ഞനിയത്തിയെ നോക്കണം, എന്നെ ഒരുക്കണം അല്ലേ? എനിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എന്നെ ഒരുക്കി തരണം. മുടികെട്ടിത്ത അമ്മേ എന്ന് പറയുന്ന സമയത്ത് അമ്മ ഓടി വരണം. എന്തൊരു തിടുക്കം, എന്തൊരു ബഹളം, എന്തൊരു അടുക്കളമേളം. ഒന്ന് കളിക്കാൻ പോലും അമ്മയ്ക്ക് നേരമില്ല. എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ പോലും അല്ലേ അമ്മയ്ക്ക് നേരമില്ല. എങ്കിലും അമ്മേ സഞ്ചിയുമായി, പുസ്തക സഞ്ചിയുമായി ഞാൻ പോകേ, എന്നോട് നെറ്റിയിൽ ഉമ്മ തരുന്നോരമ്മയ്ക്ക് എന്തൊരു ഭംഗി. എൻ്റെ നെറ്റിയിൽ, അതിൻ്റെ ഇടയിൽ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ നെറ്റിയിൽ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്കൊരു ഉമ്മ തന്നിട്ടാണ് അമ്മ പോകുക അല്ലേ? ഞാൻ പോകാറുള്ളത് അമ്മയുടെ ഒരു ഉമ്മ കിട്ടിയിട്ടാണ് ഞാൻ പോകാറുള്ളത് എന്ന് പറയാണ്. ആ അമ്മയെ കാണാൻ അല്ലെ, ആ അമ്മയ്ക്ക് എന്തൊരു ഭംഗിയാണ്. നമ്മുടെ അമ്മമാർ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും, വളരെ സുന്ദരിമാരായിരിക്കും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്, അമ്മയുടെ ജോലി തിരക്ക്. ഇനി ഇവിടെ മറ്റൊരു കവിതയാണ്. എന്നും അടുക്കള കോണിൽ നിന്നും എന്നെ നോക്കുന്നൊരന്ത്രമുണ്ടേ, എന്താണ് ഭാവമാ കണ്ണുകളിൽ, സങ്കടമോ അതോ സാന്ത്വനമോ, കാലത്തു കാപ്പി തരുന്ന യന്ത്രം, ചേലിൽ വിഴുപ്പലക്കുന്ന യന്ത്രം, എന്നും ചുമട് ചുമക്കും യന്ത്രം, കണ്ണീർ തുടയ്ക്കും തണുത്ത യന്ത്രം, നായിക രാവിലെ കൺ തുറന്നാൽ ഭാവങ്ങൾ എത്രേ അഭിനയിക്കാൻ നമ്മൾ മറന്നു പോകുന്നുവല്ലോ, അമ്മയെന്നാണ് അതിൻ പുണ്യനാമം. പല പല ഭാവത്തിലുള്ള, പല പല രൂപത്തിലുള്ള ഒരു യന്ത്രമാണ് എൻ്റെ അമ്മ. എന്താണ് അല്ലേ എവിടെയുള്ള അമ്മ? എന്താണ് അമ്മയുടെ കണ്ണിൽ സങ്കടമുണ്ടോ അതോ സാന്ത്വനമാണോ? കാലത്ത് കാപ്പി തരുന്ന യന്ത്രം, ഒരു യന്ത്രത്തെ പോലെ അമ്മ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിഴുപ്പലക്കുന്ന, അമ്മ അലക്കുന്ന സമയത്ത് ചേലിൽ മനോഹരമായിട്ടാണ് അമ്മ തുണികൾ അലക്കുന്നത്. എന്നും ചുമട് ചുമക്കുന്ന യന്ത്രമാണ് എൻ്റെ അമ്മ. കണ്ണീർ തുടയ്ക്കുന്ന തണുത്ത യന്ത്രം. അമ്മയ്ക്ക് ഇതൊക്കെ കഷ്ടപ്പാടാണല്ലേ, എന്നിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കും ആ യന്ത്രം. നായിക രാവിലെ കൺ തുറന്നാൽ, നായിക എന്ന് പറയുന്നത് ഈ യന്ത്രത്തെക്കുറിച്ചാണ്, ഈ അമ്മയെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയും ഭാവം അഭിനയിക്കാൻ നമ്മൾ മറന്നു പോകുന്നുവല്ലോ. അമ്മയെന്നാണ് അതിൻ പുണ്യനാമം. അപ്പൊ ഈ യന്ത്രത്തിന്റെ പേരെന്താണ്? യന്ത്രം എന്നിവിടെ ആരെ കൊണ്ടാ പറയുന്നത്? അമ്മ അല്ലേ? അമ്മയെ കൊണ്ടാണ് ഇവിടെ യന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ കഷ്ടപ്പാട് തന്നെയാണ് ഈ 2 കവിതകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതെങ്ങനെയാ താരതമ്യക്കുറിപ്പ്? നോക്കാം. 2 കവിതാശകലങ്ങളിലും അമ്മയുടെ മഹത്വത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്.
അമ്മയ്ക്ക് എന്നും തിരക്കാണ്. അടുക്കള ജോലികളെല്ലാം തീർക്കണം, അനിയത്തിയെ നോക്കണം, അച്ഛന് കാപ്പി ഒരുക്കണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. എങ്കിലും ഈ തിരക്കിനിടയിലും തൻ്റെ നെറ്റിയിൽ ഉമ്മ വയ്ക്കാൻ അമ്മ മറക്കുന്നില്ല. ഇതേ ആശയം തന്നെയാണ് അമ്മ എന്ന കവിതയിലും. എന്നും അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു യന്ത്രമായിട്ടാണ് അമ്മയെ കാണുന്നത്. ഇങ്ങനെ നമുക്ക് വേണ്ടി ചുമട് ചുമക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അമ്മ ഒരു പുണ്യമാണ്. ആ പുണ്യത്തെ നാം ഒരിക്കലും മറക്കരുത് എന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ഭാവങ്ങൾ അഭിനയിക്കുന്ന, ഒരുപാട് ചുമടുകൾ ചുമക്കുന്ന, ഒന്നിനും സമയമില്ലാത്ത, ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്യാനറിയുന്ന യന്ത്രമായി അമ്മ മാറുന്നതിൻ്റെ വേദന 2 കവിതകളും ഭാവസമ്പന്നവും അല്ലേ, മാറുന്നതിൻ്റെ വേദന 2 കവിതകളിലും കാണാം എന്ന് എഴുതാൻ വേണമെങ്കിൽ. വേദന കാണാം അല്ലേ, 2 കവിതകളിലും കാണാം എന്ന് എഴുതാം. പിന്നെ 2 കവിതകളും ഭാവസമ്പന്നവും താളനിബന്ധവുമാണ്. താളമുണ്ട് എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, താരതമ്യം പെടുത്തേണ്ടത്. ഒന്നും ഇതും തമ്മിലുള്ള ഒരു താരതമ്യം. അത് തന്നെയല്ലേ ഇത് അല്ലേ, ഏകദേശം ആശയം അത് തന്നെയല്ലേ. അങ്ങനെയല്ലേ, അത് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഏകദേശം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമുക്ക് അറിയാനുള്ളത് ഇത്രയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്താണ്, ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമ്മൾ വരാം. പക്ഷേ ലൈവ് ക്ലാസ്സുകൾ, മാരത്തോൺ ക്ലാസ് ലൈവുകളൊന്നും ആരും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും യെസ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. എനിക്ക് പറയാനുള്ളത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് പറയണം കേട്ടോ. MT വാസുദേവൻ നായരുടെ യഥാർത്ഥ പേര്. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത് അല്ലേ. MT എന്നാണ് മുഴുവൻ പേര്. അവരുടെ മുഴുവൻ പേര് എന്താണ്, MT അതെന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്ക്. ഗൂഗിളൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ടൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് പഠിക്കുകയും ചെയ്യും. അറിയുന്നവർ എന്ത് ചെയ്യണ്ട, അറിയുന്നവർ ഗൂഗിളൊന്നും നോക്കണ്ട, എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. നിങ്ങളുടെ കൂടെ എല്ലാറ്റിനും പരീക്ഷയെ എളുപ്പത്തിൽ നേരിടാൻ ഞങ്ങളുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം. മറക്കരുത്, എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ.